ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അവോ ഗാർഡനിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇരിക്കുന്നത് അകത്തല്ല, പുറത്താണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു, ചൂടൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ പോർഷനാണ്. ഫ്രണ്ടിൽ നമ്മൾ വന്ന് കയറുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റോട്ടിലെ കാഴ്ചയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ചില്ലായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കോർണറാണിത്. അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ സോൾട്ടഡ് ഫ്രഞ്ച് ഫ്രൈസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് മയോണീസും ഉണ്ട്, അതേപോലെ തന്നെ ടൊമാറ്റോ കച്ചപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഈ മയോണീസ് വെച്ചതെന്ന് മനസ്സിലായില്ല. എന്നാലും നമുക്ക് ഇത് കുറച്ച് സോൾട്ടഡ് ആയിരുന്നു, പക്ഷേ നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെ ചില്ലായിട്ടൊക്കെ ഇരിക്കുന്ന വർത്താനമൊക്കെ പറയുമ്പോഴേക്കും ഇടയ്ക്ക് കുറയ്ക്കാനൊക്കെ ആയിട്ട് നമുക്കിത് കഴിക്കുന്നത് നല്ലതായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതാണ് ഇവിടുത്തെ മെനു കാർഡ്. മെയിനായിട്ട് ഇവിടെ ഉള്ളത് അവോക്കാഡാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്. അത് കൂടാതെ ജ്യൂസും മൊജിറ്റോസും ഷേക്കും ബർഗറും പിസ്സയും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്, അതും അഫോർഡബിൾ റേറ്റിൽ. അപ്പോൾ നമ്മൾ ആദ്യം പിന്നെ ഓർഡർ ചെയ്തത് നമ്മൾ ഷേക്കാണ്. അത് സ്ട്രോബെറി ഷേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ട്രോബെറി ഷേക്ക് ഇങ്ങനെ വലിയൊരു ഗ്ലാസ്സിലാണ് വരുന്നത്. ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഓർഡർ ചെയ്തത് അനൂസാണ്. അപ്പോൾ അനൂസിനോട് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയുണ്ടെന്നേ. എങ്ങനെയുണ്ട്? നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഷേക്കൊക്കെ ഓർഡർ ചെയ്യുമ്പോഴേക്കും മിക്കവാറും ഷേക്കൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഓരോ കളറൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സിറപ്പൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും മിക്ക ഷേക്കുകളും നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഈ ഷേക്ക് കുടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഒറിജിനൽ സ്ട്രോബെറി വെച്ചിട്ടാണ് ഇവർ ഈ സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ആ സ്ട്രോബെറിയുടെ പുളിയും മധുരമൊക്കെ ആണെങ്കിൽ തന്നെ പാകത്തിനായിരുന്നു, തണുപ്പും പാകത്തിനായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷേക്ക്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ട് അവർ സിറപ്പൊന്നും യൂസ് ചെയ്യല്ല, നാച്ചുറൽ എന്ത് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് അവർ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവോക്കാഡോ ആണെങ്കിലും ഡയറക്റ്റ് അവോക്കാഡോ ഒക്കെ ഇട്ടിട്ടാണ് അവർ ചെയ്യണത്. ഒരിക്കലും ഒരു ഇങ്ങനത്തെ സിറപ്പോ അങ്ങനത്തെ കെമിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ യൂസ് ചെയ്യണതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു കോഫിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കോഫി സുലൈമാനി സംഭവമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്തതല്ല, അവരൊന്ന് പറഞ്ഞതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അവരിന്ന് നമുക്ക് വേണ്ടി അവർ ഉണ്ടാക്കി തന്നതാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളായിരുന്നു ആദ്യത്തെ ഇരകൾ ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. സംഭവം കൊള്ളാട്ടോ, വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിഷ് മൊമോസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ മൊമോസ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അതും ഫിഷ് മൊമോസ് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മുടെ മൊമോസ് റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് മയോണീസ് ഉണ്ട്, അതിന് അതുപോലെ തന്നെ നമുക്ക് ടൊമാറ്റോ കച്ചപ്പും കൂടെ ഉണ്ട്. പക്ഷേ നമ്മൾ മയോണീസാണ് എടുത്തത്. എനിക്ക് ഇവരുടെ പ്രസൻറ്റേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമായിട്ട് അവർ ഒരു മീനിൻ്റെ ഷേപ്പിൽ തന്നെ അവർ ആ മൊമോസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ പാത്രത്തിലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ മൊമോസ് നമ്മൾ മയോണൈസിൽ മുക്കിയിട്ട് കഴിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട് പറയാം. അതിൽ മുക്ക് ഇഷ്ടമല്ലാത്തവരായിരിക്കും. തന്നെ ഉള്ളു കാണിച്ചു കൊടുക്കില്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളുവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഉള്ളിൽ ഫിഷാണുള്ളത്. അതായത് നമ്മൾ ഫിഷ് ജസ്റ്റ് മസാലയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഇതാക്കി തന്നേക്കുവാണ് ചെയ്തത്. അപ്പം അനൂസിന് ഇഷ്ടപ്പെട്ടില്ല, എനിക്കും പൊതുവെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ ഫിഷിന് പകരം ചിക്കൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ചിക്കൻ മൊമോസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഇരിക്കണം. ഫിഷ് കഴിച്ചിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഫിഷ് വെന്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് മൊമോസ് ചിക്കൻ ആയിരുന്നെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നു തോന്നി. അതർവൈസ് പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഇവിടെ നമുക്കൊരു സെക്ഷൻ ഉണ്ട്, നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് എഴുതാനൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അനൂസ് ഫീഡ്ബാക്ക് എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ എഴുതണമെന്ന് നോക്കട്ടെ. ഫിഷ് മൊമോസ് നല്ലതല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഫിഷ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ്. അതിന് പകരം ചിക്കൻ ആയിരുന്നെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നേ, എന്നാലും കുഴപ്പമില്ല. ബാക്കി നമ്മൾ കഴിച്ച ഷേക്ക് ആണെങ്കിലും എല്ലാം നല്ലതായിരുന്നു. സുലൈമാനിയാണെങ്കിൽ നല്ലതായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുത്തങ്കാവ് അല്ലെങ്കിൽ എറണാകുളം ഭാഗത്ത് നിങ്ങളുടെ വീടെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും അവോ ഗാർഡനിൽ വന്നു ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം ഫുഡൊക്കെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.